സിനിമയിലെ ആ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലിലേക്ക് ഇന്ന് നമുക്ക് ഇവിടെ തന്നെ കൂടാ, എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം. മലയാള സിനിമാ ലൊക്കേഷനിലെ ഞെട്ടിക്കുന്ന ദുരനുഭവം ആദ്യമായി വെളിപ്പെടുത്തിയ പ്രശസ്ത നടി രാധിക ശരത് കുമാർ. കാരവാനിൽ രഹസ്യമായി ക്യാമറ വെച്ച് നടിമാരുടെ നഗ്ന ദൃശ്യങ്ങൾ പകർത്തുന്നുവെന്നാണ് രാധികയുടെ വെളിപ്പെടുത്തൽ. സെറ്റിൽ പുരുഷന്മാർ ഒന്നിച്ചിരുന്ന് മൊബൈലിൽ ഈ ദൃശ്യങ്ങൾ കണ്ട് ആസ്വദിക്കുന്നത് താൻ നേരിട്ട് കണ്ടു. I was wondering why it was so delayed in coming out. It took so many years. എന്താ ഷൈട്ട് പറഞ്ഞേ? ഒന്നും മനസ്സിലായില്ല, പക്ഷെ കാണിക്കണ്ട. ഈവൻ ഇൻ കേരള യു സീൻ അങ്ങനെയാണോ? கேரளால நான் கண்டது வந்து ஒரு நாள் சும்மா அப்படி நடந்து போகும்போது எல்லாம் நிறைய பேர் உட்காந்து சிரிச்சுக்கிட்டு பேசிக்கிட்டு இருந்தாங்க. ஸோ நான் அப்படியே நடந்து போகும்போது அப்படி பார்த்தேன், ஏதோ வீடியோவில் அவங்க பார்த்துக்கிட்டு இருந்தாங்க. ஸோ நான் அப்படியே நடந்து போகும்போது அப்படி பார்த்தேன், ஏதோ வீடியோவில் அவங்க பார்த்துக்கிட்டு இருந்தாங்க. அப்போ நான் இன்னொருத்தரை கூப்பிட்டு கேட்டேன், இது என்ன அப்படி சிரிக்கிறீங்கன்னு. கிட்டத்தட்ட எல்லா கேரவான்லேயும் யாரோ கேமரா வச்சு நம்ம லேடிஸ் ட்ரெஸ் சேஞ்ச் பண்ணுறது அவங்க எடுத்திருக்காங்க. കാര്യമായിട്ട് പറയണം, കളി പറയേണ്ട കാര്യമല്ലല്ലോ ഇത്. நீங்கள் பாருங்கள், யூ ஜஸ்ட் டைப் த நேம் ஆஃப் த ஆர்டிஸ்ட், அவங்களுடைய ட்ரெஸ் சேஞ்ச் இருக்கும். அது நான் பார்த்தேன். என்ன சொல்றீங்க? ഉണ്മ சொல்றேங்க. ഏത് സിനിമയുടെ ലൊക്കേഷൻ? அது சொல்ல முடியாது. എനിക്ക് ലഭിച്ച സീക്രട്ട് ഇൻഫർമേഷൻ. സീക്രട്ട് ഇൻഫർമേഷനോ? അതാര് പറഞ്ഞു? സോറി, അത് മാത്രം എന്നോട് ചോദിക്കരുത്. വെടിക്കെട്ട് പത്ര ശശിയായിട്ട് ഞാൻ വാക്ക് കൊടുത്താണ്. എന്റെ നാവിൽ നിങ്ങളെ പേരിക്കില്ല. എന്നാൽ അത് ആരാണെന്ന് അറിയാനൊരു ആകാംക്ഷ, അതുകൊണ്ട് ചോദിച്ചാൽ. ഇത്രയും പറഞ്ഞിട്ട് നിനക്ക് വ്യക്തമായില്ലേ? അവനത് പറയില്ല, നീ അത് വിട്, നമുക്ക് മിഷനിൽ ഫോക്കസ് ചെയ്യാം. பட் இது நான் பார்த்தேன். I have seen videos of women changing clothes in the caravan. കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ ഒന്ന് പെരുമാറായിരുന്നു. നേരത്തെ പറഞ്ഞില്ലേ ലാലി, അതിന്റെ ക്ലൂ എനിക്ക് ഇതുവരെ കിട്ടിയില്ലല്ലോ. ഫ്ലാഷ് ബാക്ക്. രാമലീലയുടെ ഒരു കാര്യം പെട്ടെന്ന് ഓർത്തെന്ന് പറഞ്ഞാൽ, ഒരു കാരവാനിനകത്ത് 2 പോർഷനാണ്. ഒരു പോർഷനിൽ നമ്മളെല്ലാവരും കൂടെ ഇരിക്കും. രാത്രി നൈറ്റ് ഷൂട്ടിംഗ് ആണ്. ഓ, അപ്പൊ നീ ആയിരുന്നല്ല ഒറ്റുകാരൻ. അതേടാ, ഞാൻ ഒറ്റുകാരനായും പറ്റുകാരനായും പറ്റിക്കൽക്കാരനായും പല ടൈപ്പിൽ വരും. ഇപ്പുറത്തെ പോർഷനിൽ രാധികയാണ്. നീ പോയി രാധികയോട് പാല് കൊണ്ടുവരാൻ പറയൂ. രാധികയും രാധികയുടെ അസിസ്റ്റൻസും. റിവേഴ്സ് പോകുമ്പോ ആ കണി ഞാൻ ഒന്ന് കണ്ടേക്കട്ടാ. എന്തിന്? കഷ്ടകാലം ആരംഭിച്ചോന്ന് അറിയാലോ. രാധിക 3-ാം ദിവസം എന്നെ വിളിച്ചു ചോദിച്ചു, എന്താണ് അപ്പുറത്ത് പാതിരാത്രി വരെ ഇത്രയും ചിരി ഞാൻ കണ്ടിട്ടില്ല. ഞാൻ പറഞ്ഞു, കോമഡി ടൈം. അപ്പൊ പുരിയില്ല, ഇപ്പൊ പുരിയത്. തൽക്കാലം ഇത്രയും മതി, വരട്ടെ.